ഫ്രാൻസിലെ 1000 വർഷം പഴക്കമുള്ള പ്രസിദ്ധമായ റുവാൻ കത്തീഡ്രലിൽ തീപിടുത്തം. 2015 മുതൽ റുവാൻ ആർച്ച് ബിഷപ്പിന്റെ ആസ്ഥാനം കൂടിയായ പള്ളിയിൽ നവീകരണ പ്രവർത്തനങ്ങൾ നടക്കുകയാണ്. ഡിസംബറിൽ തുറന്നുകൊടുക്കാനിരിക്കെയാണ് തീപിടുത്തമുണ്ടായത്. 40 വാഹനങ്ങളുമായി 70 അഗ്നിശമന സേനാംഗങ്ങളുടെ നേതൃത്വത്തിലായിരുന്നു തീയണച്ചത്. 1063 റുവാൻ നഗരത്തിന്റെ സ്വർഗാരോപിത മാതാവിന്റെ നാമധേയത്തിൽ ഗോത്തിക് ശില്പകലാ ശൈലിയിൽ കത്തീഡ്രൽ പണിതത്. കത്തീഡ്രലിന്റെ പ്രസിദ്ധമായ സ്തൂപികയ്ക്കാണ് തീ പിടിച്ചത്. നവീകരണ പ്രവർത്തനങ്ങൾ മറയ്ക്കുന്ന പ്ലാസ്റ്റിക് ഷീറ്റിന്റെ ഒരു ഭാഗത്തിന് തീ പിടിക്കുകയായിരുന്നു. എന്നാൽ എങ്ങനെയാണ് തീപിടുത്തമുണ്ടായതെന്ന് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയിട്ടില്ല. അഗ്നിശമന സേനാംഗങ്ങളുടെ സമയോചിത ഇടപെടലിൽ തീയണച്ചു. സ്തൂപികയ്ക്ക് 150 മീറ്റർ ഉയരമുണ്ട്. 1880 കൊളോൺ കത്തീഡ്രൽ പണി തീരുന്നതുവരെ ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള നിർമ്മിതി ഇതായിരുന്നു. ഭരണങ്ങാനം, അസീസി, ഇരിട്ടി, പട്ടാരം, വിമലഗിരി ധ്യാന കേന്ദ്രങ്ങളുടെ സ്ഥാപകനും കരിസ്മാറ്റിക് നവീകരണ രംഗത്തെ പ്രധാനിയുമായിരുന്ന കപ്പൂച്ചിൻ സന്യാസ സമൂഹാംഗം ഫാദർ ആർമണ്ട് മാധവത്തിന്റെ ദേവദാസ പദവി പ്രഖ്യാപനം ജൂലൈ 13 നടക്കും. വിമലഗിരി ധ്യാനകേന്ദ്രം അങ്കണത്തിൽ നടക്കുന്ന തിരുക്കർമ്മങ്ങൾക്ക് തലശ്ശേരി ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംപ്ലാനി മുഖ്യ കാർമ്മികത്വം വഹിക്കുമെന്ന് പ്രൊവിൻഷ്യൽ മിനിസ്റ്റർ ഫാദർ തോമസ് കരിങ്ങടായിൽ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടനുബന്ധിച്ച് നടക്കുന്ന വിശുദ്ധ കുർബാനയിൽ ആർച്ച് ബിഷപ്പ് എമിററ്റസ് മാർ ജോർജ് വലിയമറ്റം, ആർച്ച് ബിഷപ്പ് എമിററ്റസ് മാർ ജോർജ് ഞരളങ്ങാട്ട് എന്നിവർ സഹകാർമ്മികത്വം വഹിക്കും. വൈകുന്നേരം 4 നടക്കുന്ന പൊതുസമ്മേളനം കേന്ദ്ര ന്യൂനപക്ഷ കാര്യ സഹമന്ത്രി ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും. ഫാദർ ആർമണ്ടിനെ കുറിച്ച് ഫാദർ ബിജു ഇളമ്പച്ചൻ വീട്ടിലെഴുതിയ 2 പുസ്തകങ്ങൾ മന്ത്രി റോഷി അഗസ്റ്റിൻ പ്രകാശനം ചെയ്യും. ഭരണങ്ങാനം വിശുദ്ധ അൽഫോൺസാമ്മയുടെ ദേവാലയത്തിൽ നവീകരിച്ച മദ്ബഹയുടെ കൂദാശ കർമ്മം പാലാ ബിഷപ്പ് മാർ ജോസഫ് കല്ലറങ്ങാട്ട് നിർവഹിച്ചു. ബിഷപ്പ് എമിററ്റസ് മാർ ജോസഫ് പള്ളിക്കാപ്പറമ്പിൽ സഹകാർമ്മികനായി. വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ജോസഫ് തടത്തിൽ, മോൺസിഞ്ഞോർ ജോസഫ് കണിയോടിക്കൽ, മോൺസിഞ്ഞോർ ജോസഫ് മലേപ്പറമ്പിൽ, മോൺസിഞ്ഞോർ സെബാസ്റ്റ്യൻ വേത്താനത്ത് എന്നിവരും നിരവധി വൈദികരും കൂദാശ കർമ്മത്തിൽ പങ്കെടുത്തു. നാനാഭാഗങ്ങളിൽ നിന്നുമെത്തിയ 100 കണക്കിന് സമർപ്പിതരും വിശ്വാസികളും തിരുക്കർമ്മങ്ങൾക്ക് സാക്ഷികളായി. അൾത്താര ആരാധന പ്രാർത്ഥനയും കൃതജ്ഞതയും കൊണ്ട് നിറയ്ക്കുന്ന പുണ്യസ്ഥലമാണെന്ന് മാർ കല്ലറങ്ങാട്ട് പറഞ്ഞു. അൽഫോൺസാമയ്ക്ക് ഭരണജ്ഞാനവും പാലാരൂപതയും നൽകുന്ന ഏറ്റവും വലിയ സമ്മാനങ്ങളിലൊന്നാണ് നവീകരിച്ച അൾത്താര. പാലാരൂപതയുടെയും സഭയുടെയും വലിയൊരു നിധിയാണ് അൽഫോൺസാമ. ലോകാവസാനം വരെ ഈ പുണ്യകുടീരം ഭരണജ്ഞാനത്തുണ്ട്. അൽഫോൺസാമയുടെ കബറിടത്തിൽ എത്തുന്നവർ സ്വന്തം ജീവിതം നവീകരിക്കുന്നതിന് പുനഃസൃഷ്ടി നടത്തുന്നതിനും തയ്യാറാകണമെന്നും ബിഷപ്പ് പറഞ്ഞു. റോമൻ ജനതയുടെ സംരക്ഷക എന്ന പേരിൽ അറിയപ്പെടുന്ന പരിശുദ്ധ കന്യകയുടെ ചിത്രമുള്ള മേരി മേജർ ബസിലിക്കയിൽ ഓഗസ്റ്റ് 5 തിങ്കളാഴ്ച ബസിലിക്കയുടെ സമർപ്പണവും മഞ്ഞുമാതാവിന്റെ തിരുനാളും സംയുക്തമായി കൊണ്ടാടപ്പെടുമ്പോൾ അന്നേ ദിവസം ഫ്രാൻസിസ് പാപ്പയും പ്രാർത്ഥനയിൽ പങ്കുചേരാനെത്തുമെന്ന് തിരുനാൾ സംഘാടകർ അറിയിച്ചു. തിരുനാൾ ദിനം വൈകുന്നേരം 5:30 നടക്കുന്ന ആഘോഷമായ സായാഹ്ന പ്രാർത്ഥനയിൽ പരിശുദ്ധ പിതാവിന്റെ സാന്നിധ്യമുണ്ടായിരിക്കുമെന്നാണ് ബസിലിക്കയിൽ നിന്ന് അറിയിച്ചിട്ടുള്ളത്. തിരുനാൾ ദിവസം രാവിലെ 10 മണിക്ക് ബസിലിക്കയുടെ പ്രധാന പുരോഹിതൻ എന്ന പദവിയിലുള്ള കർദിനാൾ സ്റ്റാൻസ്ലാവ് റയൽക്കോയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ ആഘോഷപൂർവമായ വിശുദ്ധ ബലി ഉണ്ടായിരിക്കും. ബസിലിക്കയുടെ ചുമതലയിൽ 2ാം സ്ഥാനക്കാരനും കർദിനാളിന്റെ സഹായകനുമായ ആർച്ച് ബിഷപ്പ് റൊലാൻഡസ് മാർക്കിക്കസ് വൈകുന്നേരം 5:30 സായാഹ്ന പ്രാർത്ഥനകൾ നയിക്കും. തദവസരത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ സാന്നിധ്യമുണ്ടാകുമെന്നാണ് റോം രൂപത അറിയിച്ചിരിക്കുന്നത്. നിരവധി സായുധ സംഘർഷങ്ങളും യുദ്ധങ്ങളും കണ്ട സിറിയയുടെ മണ്ണിൽ ഫ്രാൻസിസ്കൻ സന്യാസാന്തസ്സിലേക്ക് 2 ഇരട്ട സഹോദരങ്ങൾ കൂടി. വിശുദ്ധ നാടുകൾ ഉൾപ്പെടെ ക്രൈസ്തവ സഭയ്ക്ക് പ്രധാനപ്പെട്ട വിവിധയിടങ്ങളുടെ ചുമതല നിർവഹിക്കുന്ന ഫ്രാൻസിസ്കൻ സഭയ്ക്കിത് മധുര നിമിഷം. കഴിഞ്ഞ 13 വർഷങ്ങളായി സായുധ സംഘർഷങ്ങളുടെയും യുദ്ധങ്ങളുടെയും ഭീകരതയിൽ കഴിയുന്ന സിറിയയിൽ ജൂലൈ 10 ഇരട്ട സഹോദരങ്ങൾ ഫ്രാൻസിസ്കൻ വൈദികരായി അഭിഷേകം ചെയ്യപ്പെട്ടത്. ജോർജ് പൗളോ, ജോണി ജല്ലൂഫ് എന്നിവർ അലേപ്പോയിലെ ലത്തീൻ അപ്പോസ്തോലിക വികാരിയത്തിന്റെ അധ്യക്ഷനും തങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെയുള്ളതുമായ അഭിവന്യ ഹന്ന ജല്ലൂഫിന്റെ കൈവെപ്പിലൂടെയാണ് അഭിഷിക്തരായത്. ചടങ്ങുകളിൽ 30 ഫ്രാൻസിസ്കൻ സന്യസ്തരും പങ്കെടുത്തിരുന്നു.